ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെലിബ്രിറ്റീസിൻ്റെ പോലെ സ്കിന്ന് നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കാനുള്ള ഒരു അടിപൊളി ഫൗണ്ടേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം, സ്കിന്ന് നല്ല അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് മമ്മ എർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 6 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്വാച്ചസ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഞാൻ അവരുടെ ഒരു പ്രൈമർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫൗണ്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മ എർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് വിത്ത് വൈറ്റമിൻ സിയും ടർമറിക്കുമാണ് കണ്ടൻറ്റ് വരുന്നത്. SPF 35 വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മമ്മ എർത്തിൻ്റെ തന്നെ ഗ്ലോ പോർ ബ്ലറിങ് പ്രൈമറാണ്. ഇതിൽ വിത്ത് വൈറ്റമിൻ സിയും ടർമറിക്കും കണ്ടൻറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിൽ പോർസൊക്കെ ബ്ലർസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മെയ്ഡ് സേഫാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ നമുക്കിതിൽ ടർമറിക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ടൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഫേസിൽ മുഖക്കുരുവൊക്കെ വന്ന് ജസ്റ്റ് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ, അതായത് പോർസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം നല്ല സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും കേട്ടോ. പ്രൈമർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയ്ക്കും നല്ല സ്മൂത്തായിരിക്കും. നമ്മളങ്ങനെ പ്രൈമർ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ ഫൗണ്ടേഷൻ അതിലും അടിപൊളിയായിരിക്കും. എന്താ പറയുക, സ്മൂത്തിൻ്റെ മുകളിൽ ഒന്നും കൂടി ഫൗണ്ടേഷൻ ഇടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിൻ്റെ പോലെ സ്കിന്ന് നല്ല ഫ്ലോലെസ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തു. നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ നോക്കാം. ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് ഷെയ്ഡ് നമ്പർ 01 ഐവറി ഗ്ലോ എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതെന്തായാലും എനിക്ക് ചേരാൻ പോകുന്നില്ല, കാരണം നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഷെയ്ഡ് നമ്പർ 01 ഐവറി ഗ്ലോ കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് 02 ക്രം ഗ്ലോ എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതും എനിക്ക് ചേരുന്ന ഷെയ്ഡല്ല. ഇത്തിരി ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീറ്റി ഷെയ്ഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചേരും. അടുത്തത് ന്യൂഡ് ഗ്ലോ 03 എന്നുള്ളൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് എൻ്റെ സ്കിന്നിന് അത്യാവശ്യം ഏകദേശം പക്കാ പെർഫെക്റ്റ് എന്നല്ല എങ്കിലും ഏകദേശം എനിക്ക് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അടുത്തത് 04 സൺ ഗ്ലോ എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതും ഇത്തിരി എന്താ പറയുക, ഇത്തിരി കൂടി ബ്രൈറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാ. ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തറിയിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഇതേപോലെ സ്വാച്ചസ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേക്കണത്. അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് അറിയില്ല, ഏത് വാങ്ങിക്കുന്ന ഡൗട്ടുള്ളവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് 05 ബേജ് ഗ്ലോയാണ് കേട്ടോ. ഇതും ഇത്തിരി ബ്രൈറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 03 ആ ഒരു ന്യൂഡ് ഗ്ലോ എന്നുള്ള ഷെയ്ഡിനെ വെച്ച് നോക്കുമ്പോൾ 4ഉം 5ഒക്കെ ഇത്തിരി കൂടി ബ്രൈറ്ററാണ്. ലാസ്റ്റ് 06 ക്യാരമൽ ഗ്ലോ. ഇത് എന്നിട്ടാണെങ്കിൽ ഇത്തിരി യെല്ലോ ടോൺ അല്ലെങ്കിൽ കണ്ടില്ലേ, ഇത്തിരി ഒരു ഓറഞ്ചിഷ് ആയിട്ടൊക്കെ തോന്നില്ലേ? അപ്പോൾ അതെനിക്ക് ചേരില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് 03 ന്യൂഡ് ഗ്ലോ ആണ് എനിക്ക് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ SPF 35 ഒക്കെ ഉണ്ട്. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും ടർമറിക് ഉള്ളതുകൊണ്ട് സ്കിൻ നാച്ചുറലായിട്ടൊരു ഗ്ലോ തരാനൊക്കെ സഹായിക്കും. ലൈറ്റ് വെയ്റ്റ് ആണ്, സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതായത് വേർത്തിട്ടുണ്ടെങ്കിലൊന്നും ഒലിച്ചൊന്നും പോവില്ല. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുള്ള എല്ലാവർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത് രാവിലെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യണം. ഒരു 10-11 മണിക്കാണ് ഷൂട്ട് ചെയ്യണത്. രാത്രി 7 മണി വരെ ഞാൻ ഈ ഒരു മേക്കപ്പ് ഇട്ടാണ് നിന്നത്. ഇത് അങ്ങനെ തന്നെ നിന്നിട്ടാ. പ്രത്യേകിച്ച് എന്താ പറയുക, ചില ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോഴേക്കും നമ്മൾ വേർത്തൊക്കെ കഴിയുമ്പോൾ ഫേസ് ഒന്ന് ഡള്ളാവും, കറുത്തിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇവിടെ കേട്ടൊക്കെ ഫൗണ്ടേഷനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിന്നിട്ടാ. അത്യാവശ്യം നന്നായിട്ട് ലോങ് സ്റ്റേ ആണ്. ഇതിൽ 12 hours പറയുന്നുണ്ട്. ഞാൻ അത്രയും നേരം വെച്ചില്ലെങ്കിലും ഞാൻ രാവിലെ ഒരു 10-11 മണിക്ക് ഇട്ടിട്ട് രാത്രി ഒരു 7 മണിക്കായിട്ടാണ് ഫേസ് വാഷ് ചെയ്യണം. ആ ഒരു സമയം വരെ ഈ ഒരു മേക്കപ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കവറേജ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ എല്ലായിടത്തും കുറച്ച് വാരി ഇട്ടു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. വളരെ ചെറിയൊരു അളവിലെടുത്താൽ മാത്രം മതി. ഒരുപാടൊന്നും എടുത്ത് പൊത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എങ്ങാനും നമ്മൾ അറിയാണ്ട് ഇപ്പം എന്നെ പോലെ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു സ്പഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് 03 ന്യൂഡ് ഗ്ലോ എന്നുള്ള ഒരു ഷെയ്ഡാണ്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കവറേജ് ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് മമ്മ എർത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം.
മമ്മ എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അതേപോലെ മമ്മ എർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ മമ്മ എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ മമ്മ എർത്തിൻ്റെ വെബ്സൈറ്റ്, മമ്മ എർത്ത് ആപ്പ്, ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം, മമ്മ എർത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാന്റ് ചെയ്യും. അതിൻ്റെ ജിയോ ലൊക്കേഷൻ, സ്പീഷ്യസ്, പിക്ചർ ഒക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ മമ്മ എർത്തിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമ്മ എർത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അതേപോലെ ഏർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ മമ്മ എർത്തിൻ്റെ പ്രൊഡക്ട്സ് ഓൺലൈനിലുള്ളതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോഴ്സുകളിലും ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓഫ്ലൈൻ സ്റ്റോഴ്സ് മമ്മ എർത്തിൻ്റെത്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണ് പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്, എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫ്ലോലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ഒരു മമ്മ എർത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാനവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും വോയിസ്, അതായത് നമ്മുടെ വീഡിയോയുടെ വോയിസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. വേറെ ഒന്നല്ല, എനിക്ക് സുഖമില്ല, പനിയൊക്കെയാണ്. അതുകൊണ്ട് എന്താ പറയുക, ശബ്ദമൊന്നും ഇല്ല. ഉള്ളൊരു ശബ്ദമൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ഫുള്ളൊന്ന് വോയിസ് ഓവർ കൊണ്ട് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക, എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും